പ്രിയപ്പെട്ട പോലീസ്, ഇവിടെ SP ഓഫീസിന് മുന്നിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഈ സൈബർ വിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ആ പോലീസുകാരെ നിങ്ങൾ തീറ്റിപ്പോറ്റുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് പറയുന്നത്, ആരാണത് ചെയ്തത് എന്ന് കണ്ടെത്താൻ ഞങ്ങളിതാ ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയം തരികയാണ്. ആഴ്ചക്കുള്ളിൽ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ കുതന്ത്രം കേരളത്തിന്റെ രാഷ്ട്രീയത്തോട് ഉറക്കെ പറയേണ്ട ബാധ്യത ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കങ്ങനെ വർഗീയത പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങേണ്ട ഗതികേടൊന്നും വടകര നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഇല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, നിങ്ങൾ എന്ത് പ്രചരണം നടത്തിയാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം തോൽക്കുന്ന മണ്ഡലം വടകരയായിരിക്കും എന്നുള്ളത് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രചരണത്തിന്റെ ഫലം കൂടിയായി അത് മാറും എന്ന് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുക. ഇങ്ങനെയൊരു വാട്സപ്പ് സന്ദേശം വന്നിട്ട് അത് ചെയ്തത് ഞങ്ങളിൽ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു പ്രചരണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതാരാണെന്ന് അന്വേഷിക്കണം എന്ന് പറയാനുള്ള ധൈര്യവും ആർജവും ഐക്യ ജനാധിപത്യ മുന്നണി കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട പോലീസ്, ഇവിടെ SP ഓഫീസിന് മുന്നിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഈ സൈബർ വിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ആ പോലീസുകാരെ നിങ്ങൾ തീറ്റിപ്പോറ്റുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് പറയുന്നത്, ആരാണത് ചെയ്തത് എന്ന് കണ്ടെത്താൻ ഞങ്ങളിതാ ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയം തരികയാണ്. ആഴ്ചക്കുള്ളിൽ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ കുതന്ത്രം കേരളത്തിന്റെ രാഷ്ട്രീയത്തോട് ഉറക്കെ പറയേണ്ട ബാധ്യത ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി, പോലീസ് മന്ത്രി, അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിൽ നോക്കാനുള്ള സമയമില്ല. പക്ഷേ ഇവിടെ DGP എന്ന് പറയുന്ന ഒരാള് നിങ്ങളുടെ തലപ്പത്തുണ്ടല്ലോ. അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഒരാഴ്ചക്കുള്ളിൽ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് യഥാർത്ഥ പ്രതിയെ നിങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ കണ്ടെത്തണമെന്നറിയാൻ പറ്റുന്ന കഴിവും ശേഷിയുമുള്ളവരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കറിയാം എങ്ങനെ ആളെ കണ്ടുപിടിക്കണമെന്ന്. നിങ്ങൾ സൈബർ വിങ് വെച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ചെറുപ്പക്കാര് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും ഇതേ പ്രചരണങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ കാസർഗോഡ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഡോക്യുമെന്ററികൾ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു വിഭാഗം ആളുകളെ ഈ രാജ്യത്തിന്റെ തീവ്രവാദികളാണെന്നും അവർ താമസിക്കുന്നിടത്തേക്ക് സ്ഥാനാർത്ഥിക്ക് പോലും പോകാൻ പറ്റില്ല എന്നുമൊക്കെയുള്ള ഉത്തരേന്ത്യയിലെ മോദിയുടെ പ്രചരണം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മാർക്സിസ്റ്റുകാരാ, പിണറായി വിജയനും മോദിയും തമ്മിൽ ഞങ്ങൾ ഒരു വ്യത്യാസവും കാണുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.